അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കരുതും ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് ഓടുന്നതെന്ന്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു ഗിഫ്റ്റ് എടുക്കാൻ പോവാണ്. ഡിക്കിയിലാണ് സംഭവം ഉള്ളത്. അതായത് ഞാൻ എൻ്റെ ഷാരുവിൻ്റെ സ്കൂൾ, അതായത് ഞാൻ LP-യിൽ പഠിച്ച സ്കൂൾ, LP-യിലേക്ക് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സല്ലല്ലോ, അതായത് ഈ നവോദയയിലേക്ക് കിട്ടണമെങ്കിൽ ഒരു എക്സാം ഇല്ലേ, ആ ഒരു എക്സാമിന് ചില കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സൊന്നും എടുക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചതാണ്. പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ഫോണിൽ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയല്ലോ നവോദയയിലേക്ക് അഡ്മിഷൻ. അതുകൊണ്ട് എനിക്ക് മൂൺലൈറ്റ് LP സ്കൂളിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡോടെയാണ് ഞാൻ ഈ ഓടുന്നത് കേട്ടോ. ഇതാണ് ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഗിഫ്റ്റ് എന്താണെന്ന്. ഇപ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഡയറി ആണെന്നാണ്. അത്യാവശ്യം തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഡയറി മാതിരി തോന്നും. ഇവിടെ ഇതുപോലെ എനിക്ക് പക്ഷേ ഡയറി ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഡയറി. എന്നാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡയറി ആണെന്നാണ് എൻ്റെ പൂർവ്വ വിശ്വാസവും. തുറക്കാം കേട്ടോ. നമ്മൾ സെലോ ടൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അവർ. അയ്യോ, ഓപ്പൺ കഷ്ടപ്പെട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഞാൻ. പക്ഷെ തുറക്കാൻ കിട്ടണില്ല. എന്നാലും ഞാൻ തുറക്കുകയാണ്. അപ്പം തുറന്ന് ഞാൻ കണ്ടു ഫ്രണ്ട്സ്. ഭയങ്കര ചിരി വന്നു. ഞാൻ ഡയറിയാന്ന് വിചാരിച്ചതായിരുന്നു. കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണ് പൊടി പോയി ഫ്രണ്ട്സ്. നിങ്ങളുടെ ആയിരിക്കും ഞാൻ സന്തോഷത്തോടെ കരഞ്ഞാണ്. സന്തോഷമൊക്കെ ഉണ്ട്. സംഭവം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചിരിയൊക്കെ വന്നു. പക്ഷെ എനിക്കിത് വായിക്കുകയൊക്കെ ചെയ്യാമല്ലോ. കണ്ണ് പൊടി പോയി അപ്പോഴത്തേക്കും. അപ്പം ഇതെന്താന്ന് പറഞ്ഞുതരാം. സംഭവം കുറേ കഥകളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു അല്ലേ. ഇതെന്താണെന്നറിയോ ഫ്രണ്ട്സ്? ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയാക്കില്ല, ഇതിൻ്റെ 51, അതായത് 51 മോറൽ സ്റ്റോറീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് 51 മോറൽ സ്റ്റോറീസാണ്. അപ്പോൾ ഇതിൽ നല്ല കട്ടിയുള്ള പേജിലുള്ള സ്റ്റോറീസാണ്. ഞാൻ ചിലത് ഇതിൽ മലയാളത്തിൽ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഫോർ മൂൺലൈറ്റ് LP സ്കൂൾ മുണ്ടക്കറ്റി. അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്.